രാജി കൂടിയിരിക്കുന്ന ഭർത്താവിനെയും മകനെയും നോക്കി. ആകെ സംശയമാണ് മുഖത്ത്. പിന്നെ മറുവശത്തുള്ള ബോർഡിലേക്ക് നോക്കി. ഡോക്ടർ അലീന, സൈക്കാട്രിസ്റ്റ്. ഇവരിൽ ആർക്കാ പ്രശ്നം? രാജി വീണ്ടും രണ്ടാളെയും മാറി മാറി നോക്കി. ചോദിക്കാനൊരു പേടി, അവർക്ക് വിഷമായാലോ? ചിന്തിച്ചിരിക്കുമ്പോഴാണ് അകത്തുനിന്നൊരു സിസ്റ്റർ രാജിയെന്ന് വിളിച്ച് ഇരുവശത്തേക്ക് നോക്കിയത്. കൂടെ ഞാനും നോക്കി. എൻ്റെ പേരുള്ള വേറൊരു മനുഷ്യനെ കാണാൻ. അടുത്തിരുന്ന ഹരിയേട്ടനും മനു എഴുന്നേറ്റ് ആ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ സിസ്റ്റർ കൊച്ചു വിളിച്ച രാജി ഞാനാണെന്ന്. ഒരുപാട് സംശയത്തോടെ ഞാനും അവർക്കൊപ്പം നടന്നു. നല്ല ചിരിച്ച മുഖത്തോടെ ഡോക്ടർ ഞങ്ങളോട് കയറി വരാൻ പറഞ്ഞു. മുന്നിലുള്ള ചെയറിലേക്ക് ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ മൂന്നാളെയും മാറി മാറി നോക്കി. ആരെങ്കിലും ഒന്ന് സംസാരിക്കാനായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഒടുവിൽ ഹരിയേട്ടൻ തന്നെ മുൻകൈയെടുത്ത് സംസാരിക്കാൻ. ഞാൻ ഹരി, ഇതെൻ്റെ വൈഫ് രാജ്, ഇത് മകൻ മനു. ഞാൻ ഇന്നലെ ഡോക്ടറെ വിളിച്ചിരുന്നു. ഓഹോ, ഞാൻ ഓർക്കുന്നു, മനസ്സിലായി എനിക്ക്. ഡോക്ടർ പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ നേർക്കൊരു നോട്ടം വീണുവോ. രാജിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ തോന്നി. അറിയാതെ കൈ നഖം കടിക്കാനാഞ്ഞു. പിന്നെ സ്വയം നിയന്ത്രിച്ച് സാരിയുടെ തുമ്പിൽ വിരൽ ചുറ്റി. ഡോക്ടർ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നുവെന്ന് മനസ്സിലായത് തൻ്റെ നേർക്ക് വന്ന ചിരിയിലൂടെയായിരുന്നു. നിങ്ങൾ രണ്ടാളും കുറച്ചു നേരം പുറത്തിരിക്കുക, എനിക്ക് രാജിയോട് കുറച്ച് കുശലം ചോദിക്കാനുണ്ട്. ഡോക്ടർ ഹരിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അദ്ദേഹത്തിന് ദഹിക്കാത്ത പോലെ ഡോക്ടറുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. എന്തോ പറയാനാഞ്ഞ ഹരിയേട്ടൻ ഡോക്ടറുടെ ചിരി കണ്ടപ്പോൾ വേണ്ടാന്ന് വെച്ചെന്ന് തോന്നുന്നു. രണ്ടാളും തന്നെയൊന്നും നോക്കാതെ ഒന്നും പറയാതെ പുറത്തേക്ക് പോകുന്ന നോക്കിയിരുന്ന ഞാൻ ഡോക്ടർ വിളിച്ചപ്പോഴാണ് തലയൊന്ന് തിരിച്ച്. ഞാൻ അലീന, രാജി എന്നല്ലേ പേര്? വീട്ടിൽ ആരൊക്കെയുണ്ട്? മകൻ എന്ത് ചെയ്യുന്നു? എത്ര വരെ പഠിച്ചു? എന്ത് ജോലിക്ക് ശ്രമിക്കാഞ്ഞത്? എന്ന് വേണ്ട, ഞാൻ ജനിച്ചപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ. മോളിയും ഒറ്റവാക്കിൽ ഉത്തരം കൊടുത്തു. രാജി പിന്നിൽ ഡോറിൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിലും താനൊന്നും അഴിയുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ടാവാം ഡോക്ടർ വഴിയൊന്ന് മാറ്റിപ്പിടിച്ച്. രാജിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് മകനും ഭർത്താവും പറയുന്നുണ്ട്. ശരിയാണോ എന്നറിയാനാ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റണ്ടേ? പക്ഷേ രാജിക്ക് കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഡോക്ടർ പറഞ്ഞപ്പോൾ രാജി അത്ഭുതത്തോടെ നോക്കി. ഹരിയേട്ടനും മനു അങ്ങനെ പറഞ്ഞു? എനിക്ക് ഭ്രാന്താണെന്ന്? കണ്ണു നിറച്ച് ചോദിക്കുന്ന രാജിയെ കണ്ടപ്പോൾ അലീന എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്ന് തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കും പോലെ മെല്ലെ തട്ടി. രാജിക്ക് ഭ്രാന്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. അലീന മെല്ലെ രാജിയുടെ തലയിൽ തലോടി. എനിക്ക് രാജിയുടെ മകനേക്കാൾ വലിയ മകനുണ്ട്. പ്രായം കൊണ്ട് രാജി എന്നേക്കാൾ ചെറുതാണെന്നാ പറഞ്ഞു വന്ന്. ഒരുപക്ഷെ കണ്ട പ്രായം തോന്നിക്കും പോലെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? എനിക്ക് ചിലപ്പോൾ രാജിയെ സഹായിക്കാൻ പറ്റിയാലോ? അതിനെനിക്ക് എന്തുണ്ടായിട്ടാ? ആലോചിച്ച് രാജി സംശയത്തോടെ അലീനയെ നോക്കി. അലീനയെ ആകെയൊന്ന് ഒഴിഞ്ഞു. പിന്നെ ഒളികണാൽ തന്നെയൊന്ന് നോക്കി താരതമ്യം ചെയ്തു. ചെറിയൊരു കുറച്ചിൽ പോലെ തോന്നി. ശരിയാണ്, പ്രായം തോന്നിക്കുന്നുണ്ട്. അലീനയുടെ സംസാരം കേട്ടപ്പോഴാണ് തിരികെ ബോധത്തിലേക്ക് വന്നത്. നമ്മൾ സംസാരിക്കുന്നത് രാജിയുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ അറിയില്ലെന്ന് ഞാൻ ഉറപ്പുവരാം. ഒരു സഹോദരിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ടോ കാണാം. പക്ഷേ അതിന് താനും കൂടി മനസ്സ് വെക്കണം. രാജിയും തലകുനിച്ചിരിക്കുകയാണ്. കണ്ടിട്ടൊരു പാവം പെണ്ണ്, സാധാ വീട്ടമ്മ. അധികം വണ്ണൊന്നുമില്ലാതെ സാരിയിൽ കൊലുന്നനെയുള്ള മുടി നന്നായി എണ്ണ തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു. നല്ല ഐശ്വര്യമുള്ള മുഖം. ഇപ്പോൾ കരയുമെന്ന മുഖഭാവം കണ്ട് അലീന അടുത്ത് നിന്ന് രാജിയെ ഒന്ന് ചേർത്ത് പിടിച്ചു. അറിയാതെ രാജിയൊന്ന് വിതുമ്പി. എന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരച്ചിലൊന്ന് ശമിക്കും വരെ അലീന കാത്തിരുന്നു. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, കുഞ്ഞുകുട്ടികൾ പരിഭവിക്കും പോലെ മുഖമുയർത്തി അലീനയെ നോക്കി പറഞ്ഞു. രാജി അലീനയുടെ ദേഹത്തുനിന്ന് പിടിവിട്ടു. അലീന അവളെ കേൾക്കുന്നതിന് വേണ്ടി അടുത്ത് കിടന്ന ചെയർ അവൾക്കരികിലേക്ക് നീക്കിയിട്ട് ഒന്നുകൂടെ നന്നായിരുന്നു. ഞാനും ഹരിയേട്ടനും മനു മാത്രമേ വീട്ടിലുള്ളൂ. മനു ഡിഗ്രിക്ക് പഠിക്കുന്നു, ഹരിയേട്ടൻ ബാങ്കിലും. രണ്ടാളും രാവിലെ ഒരുമിച്ചാണ് പോകുന്നത്. വരുന്നു ഏകദേശം ഒരേ സമയം തന്നെ. മനു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈകുന്നേരം നേരത്തെ എത്തുമായിരുന്നു. ആ സമയം മുതൽ ഹരിയേട്ടൻ വരും വരെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും സ്കൂളിലെ വിശേഷങ്ങൾ പങ്കിട്ടും ഫുഡ് ഉണ്ടാക്കിയൊക്കെ ആയിരുന്നു. ഇപ്പം മനു പഠിക്കുന്നത് കുറച്ച് ദൂരെയാണ്. 1 മണിക്കൂർ യാത്ര തന്നെയുണ്ട്. ഹോസ്റ്റൽ ലൈഫ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോയി വരുവാണ്. രണ്ടാളും പോകുന്ന വരുന്ന ഒരുമിച്ച്. സംസാരിക്കാൻ അവർക്ക് രണ്ടാൾക്കും സമയം കിട്ടാറുണ്ട്. അവർക്കൊപ്പം കൂടാൻ പണിയില്ല ഞാൻ നേരത്തെ ഒതുക്കി വെക്കും. പക്ഷേ എന്നെ അവിടെ കൂടെ കൂട്ടാറില്ല ഡോക്ടറെ. പണിയൊന്നുമില്ലേന്ന് ചോദിക്കും. അല്ലെങ്കിൽ രണ്ടാളും ഞാൻ വരുമ്പോഴേക്ക് 2 വഴിക്ക് പോകും. പിന്നെ ഹരിയേട്ട മൊബൈലിൽ മനു എന്തെങ്കിലും വായിച്ചുകൊണ്ട്. രണ്ടാൾക്ക് ഞാൻ ശല്യം ഉണ്ടാക്കാറില്ല. രാജി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഒറ്റപ്പെടലിൻ്റെ വേദന രാജിയുടെ ഒഴുകി വരുന്ന കണ്ണുനീരിൽ തെളിഞ്ഞ് കിടപ്പുണ്ട്. അലീനെ സമാധാനിപ്പിക്കാൻ ഒന്നുകൂടെ അവിടെ കയ്യിൽ തലോടി. പകല് മുഴുവൻ വാബൂട്ടിയല്ലേ ഞാൻ നടക്കുന്നത്. എനിക്ക് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഇവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തത്? അതൊക്കെ പോട്ടേന്ന് വെക്കാം.
എനിക്കൊട്ടും ബുദ്ധിയില്ലാത്ത പോലെയാ ഹരിയേട്ടൻ്റെ പെരുമാറ്റം. അറിയാത്ത കാര്യത്തിൽ എന്തിനാ തലയിടുന്നതെന്ന ഒരഭിപ്രായം പറഞ്ഞാലോ എന്തെങ്കിലും ചോദിച്ചാലുള്ള മറുപടി. മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് പോലെ എന്നെ കൊച്ചാക്കും, താഴ്ത്തി സംസാരിക്കും. എനിക്ക് ഒട്ടും വിവരമില്ലാത്ത പോലെ. ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനില്ലാത്ത ഒന്നല്ലല്ലോ പറഞ്ഞു തന്നായിരുന്നു മറുപടി. എനിക്കൊപ്പോൾ ഇവരുള്ളപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും പേടിയാ. വിഡ്ഢിത്തെഴുന്നള്ളിച്ചെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ. മനുവിൻ്റെ കോളേജിൽ പാരൻസ് മീറ്റിംഗ് വന്നപ്പോൾ ഒരുപാട് കൊതിച്ചതാ ഞാൻ അവൻ്റെ കോളേജ് കാണാനും കൂട്ടുകാരെ പരിചയപ്പെടാനും ഒക്കെ. എന്നെ കൂട്ടേണ്ടെന്ന തീരുമാനം അവനെയും കൂടെ ആയിരുന്നുവെന്ന് ഞാൻ പിന്നീടാണ് ഡോക്ടറെ അറിഞ്ഞത്. ഒരു ടെസ്റ്റ് എഴുതാൻ കുറച്ച് നാൾ രാവും പകലും പഠിച്ചിരുന്നു. അവരുടെ ഒരു കാര്യങ്ങൾക്കും കോട്ടം തട്ടാതെ തന്നെ അതിന് ഞാൻ പാസ്സായില്ല. അതോടെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നായി. എവിടെയെങ്കിലും യാത്ര പോയാലൊന്നും ചോദിക്കാൻ പാടില്ല. ബുദ്ധിമോശം എഴുന്നള്ളിക്കരുതെന്ന് പറയും. ഇപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് പിന്നിലേക്ക് സ്വയം മാറി ഞാൻ. എന്നിട്ട് അവരുടെ സംസാരം കേട്ടിരിക്കും. കുറച്ചു കാലമായിട്ട് എൻ്റെ ശരീരത്തിൽ നാവിന്നൊരു അവയവം ഉണ്ടെന്നോ അതിൻ്റെ ഉപയോഗം എന്തെന്നുള്ള കാര്യം ഞാൻ മറന്നിരിക്കുന്നു. എൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റുണ്ടാവാം ഞാൻ സ്വയം മാറാൻ ശ്രമിച്ചു. വായന, പാട്ട് ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വട്ടുപിടിക്കാതിരിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണല്ലോ. അപ്പോഴും രണ്ടാളും എന്നെ കളിയാക്കി. പൈങ്കിളി കഥകൾ വായിച്ച് സമയം കളയുന്നു എന്ന് രാജി പറഞ്ഞു നിർത്തി. ബുക്കൊക്കെ വായിച്ച് തനിയെ ചിരിക്കുന്നു, കണ്ണുനീർ തുടക്കുന്നു, തനിയെ സംസാരിക്കുന്നു, പാട്ടുപാടി സ്വയം ആസ്വദിക്കുന്നു. രാജിയുടെ ഭർത്താവ് ഹരി കണ്ടെത്തി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അയാൾക്കിതെല്ലാം ഭ്രാന്തിൻ്റെ തുടക്കമായിട്ടാണ് തോന്നിയത്. ഓർമ്മയിൽ രാജി ഏറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാവും പറഞ്ഞിട്ടുണ്ടാവുക. അലീന വീണ്ടും രാജിയെ നോക്കിയിരുന്നു. ആരെന്നാലും കുറച്ചൊരകലം നല്ലതാ ഡോക്ടറെ. തന്നെ ആവശ്യമില്ലാത്തതൊന്നും മാറി നിൽക്കുക. അതിപ്പോൾ ഭർത്താവായാലും മകനായാലും ഞാനതിനുള്ള ശ്രമം നടത്തി നോക്കിയതാ. ഇപ്പോൾ ഇവിടം വരെ എത്തി. ഭ്രാന്തിയായി. രാജി അലീനയെ നോക്കി പുഞ്ചിരിച്ചു. ഈ ഒരു സത്യം അറിഞ്ഞാൽ മതി മനുഷ്യൻ എവിടെയും ജയിക്കും. ഇവരെയാണോ ഹരി പൊട്ടിപ്പെണ്ണെന്ന് പറഞ്ഞത്? ഇതിപ്പോൾ ആർക്കാണ് ഞാൻ ചികിത്സ കൊടുക്കേണ്ടത്? നല്ല വെളിവുള്ള ആൾ ചികിത്സക്കും, വെളിവില്ലാത്തവർ പുറത്തും. ചിന്തിച്ചുകൊണ്ട് അലീന ഒരു ദീർഘനിശ്വാസം വിട്ടു. എനിക്ക് ആ വീട്ടിലൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. രണ്ടാളും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലുതായിട്ടൊന്നും ചെയ്യാനില്ല. സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുമിച്ച് പോവും വരും. പേരൻസിനോട് നല്ല രീതിയിലാണ്. കുടുംബത്തിന് ഉപകാരി. രണ്ടാൾക്കും എന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ അസുഖത്തിന് മരുന്നിനായിട്ട് ഡോക്ടറെ മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷേ സ്നേഹം വേറെ, പരിഗണന വേറെ. രണ്ടും രണ്ടാ ഡോക്ടറെ, രണ്ടർത്ഥവും. രാജി വേദനയോടെ ചിരിച്ചു. കുനിഞ്ഞ മുഖത്തോടെ കയ്യിലിരിക്കുന്ന കർച്ചീഫ് ചുരുട്ടിപ്പിടിക്കുന്നവളെ അലീന കുറച്ചു നേരം നോക്കിയിരുന്നു. ഇങ്ങനെ ഒരിടത്ത് തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ഒരു വാക്ക് പറയാൻ കൊണ്ടുവന്നിൽ വിഷമമുണ്ട് ആ മുഖത്ത്. പക്ഷേ അത് അവർക്ക് രണ്ടാൾക്കും തന്നെയുള്ള സ്നേഹം കൊണ്ടാണെന്ന് മൂന്നാമതൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭർത്താവിനെയും മകനെയും വിട്ടുകൊടുക്കാൻ രാജി ഒട്ടും തയ്യാറല്ല. ഒരു സാധാരണ വീട്ടമ്മ. രാജി ഓക്കെ അല്ലേ? ഉള്ളൊന്ന് തണുത്തില്ലേ എല്ലാം എന്നോട് പറഞ്ഞപ്പോൾ? അലീന തോളിൽ കൈവച്ച് ചോദിച്ചു. രാജി മെല്ലെന്ന് തലയാട്ടി. അലീന മെല്ലെ എഴുന്നേറ്റ് തൻ്റെ ചെയറിൽ പോയിരുന്നു. രാജി ചെയ്തു തന്നെയാണ് ഇതിനുള്ള മെഡിസിനും. പക്ഷേ ചികിത്സിക്കേണ്ട രാജിയല്ലെന്ന് മാത്രം. ഹരിക്കും മനുവിനാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. രാജി ശ്രമിച്ചാൽ രാജിയുള്ള അവരുടെ ഈ പുച്ഛവും പരിഹാസവും നിർത്താവുന്നതേ ഉള്ളൂ. ചവിട്ടി താഴ്ത്താൻ ഒരാളെ കിട്ടിയാൽ അയാൾ അങ്ങേയറ്റം വരെ താഴ്ത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ നിന്ന് കൊടുക്കാതിരിക്കുക എന്നേ ഉള്ളൂ അതിനുള്ളൊരു പ്രതിവിധി. ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ഒന്നുകിൽ അവർ രണ്ടാളും രാജിയെ മനസ്സിലാക്കും, അല്ലെങ്കിൽ രാജിക്ക് സ്വയം രക്ഷപ്പെടാനാവും. രണ്ടായാലും രാജിക്ക് ഗുണം മാത്രമേ ചെയ്യൂ. ഹരിയെയും മനുവിനെയും ക്യാബിനുള്ളിലേക്ക് വിളിപ്പിച്ചു അലീന. രണ്ടാളുടെയും മുഖത്ത് ചെറിയൊരു പരിഭ്രമമുണ്ട്. രാജി ഓക്കെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും രാജി തനിച്ചുള്ളപ്പോഴും ചെയ്യാറുണ്ട്. നിങ്ങൾ കാണുന്നില്ലെന്ന് മാത്രം. രാജി അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. കുറച്ച് യോഗയും മെഡിറ്റേഷനൊക്കെ എടുത്താൽ രാജി മെഡിക്കുക. ഉറങ്ങാനും മറ്റും കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട്. വേറൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ എന്നെ കാണാൻ വരണം. ഡോക്ടർ പറഞ്ഞ വാക്കിൻ്റെ ബലത്തിലും യോഗയും മെഡിസിനും കൊണ്ട് ഭേദമാവുന്ന വിശ്വാസത്തിലും ഹരിയും മനു എഴുന്നേറ്റു. ഉറങ്ങും മുന്നേ ഒരിക്കൽ കൂടി രാജി ഡോക്ടറെ നോക്കി മനോഹരമായി ചിരിച്ചു. തിരിച്ച് ഡോക്ടറും. മൊബൈൽ റിംഗ് ചെയ്യുന്ന കേട്ട് രാജി എടുത്തു നോക്കി. ഹരിയേട്ടൻ കോളിംഗ്. എടുത്തു മറുകൈ കൊണ്ട് മറച്ചു പിടിച്ച് പറഞ്ഞു, ഹരിയേട്ടൻ ഞാൻ തിയേറ്ററിലാണ്, ഫിലിം കഴിഞ്ഞിറങ്ങുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും ഒന്ന് പറയും മുന്നേ രാജി കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. മൊബൈൽ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഹരി ആകെ അസ്വസ്ഥനാണ്. രാജി പോയിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് വീക്കെൻഡ് പോകാമെന്ന് പറഞ്ഞതാണ്. അത് സാരമില്ല, ഞാൻ പോയിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. കുറച്ചൊരു അത്ഭുതം തോന്നിയിരുന്നു അന്ന്. ഞങ്ങൾക്കിപ്പം പോയി നിന്ന് വരിക എന്നുള്ളതായിരുന്നു ഇന്നേ വരെ. ഇതിപ്പോൾ പോയിട്ട് 3-4 ദിവസമായി. ഞങ്ങൾ രണ്ടാളുകളോട് ഉണ്ടെന്ന ബോധം പോലും ഇല്ലാതെ. ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ രാജിയില്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഉറക്കം പോലും നേരെ ചൊവ്വയില്ല. മനുവിന് ഇതേ അവസ്ഥ തന്നെ. കോളേജിൽ നിന്ന് വന്നാൽ ഉടനെ പോയി നോക്കുന്നത് കിച്ചണിലാണ്. എല്ലാം പഴയതുപോലെ തന്നെ ഇന്ന് കാണുമ്പോൾ ഉത്സാഹമില്ലാതെ ആടിത്തൂങ്ങിയ റൂമിലേക്ക് പോകും. ഓർത്തിരുന്നപ്പോൾ രാജിയുടെ കോള് വന്നു.
ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഒരുപാട് പേരുടെ ശബ്ദം കേൾക്കുന്നു, ചിരിക്കുന്നു, ഒപ്പം രാജ്യം. റിലേറ്റീവ്സൊക്കെ കൂടിയപ്പോൾ ഒരു ഫിലിം കാണാൻ ഇറങ്ങിയതാണ് പോലും. ഇനി ഫുഡ്, പിന്നെ ചെറിയൊരു ട്രിപ്പ്. അതൊക്കെ തന്നോട് പറയുമ്പോഴും അവൾ കൂടെയുള്ളവരോട് മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുന്നത് ഹരിക്ക് അരോചകമുണ്ടാക്കി. തന്നോട് സംസാരിക്കുമ്പോഴെങ്കിലും മാറിയെന്ന് തന്നോട് മാത്രമായി സംസാരിച്ചുകൂടെ? ഞാൻ നാളെ നിന്നെ കൊണ്ടുവരാൻ വരട്ടെ? പോയിട്ട് കുറച്ചായില്ലേ? ഹരി ഉത്സാഹത്തോടെ ചോദിച്ചു. ഞാൻ ഉടനെങ്കില്ല ഹരിയേട്ടാ. ഞാൻ വന്നു എന്നറിഞ്ഞു മാത്രം വന്ന എല്ലാവരും. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നോളാം. ഞാൻ കൂട്ടാൻ വരെയൊന്നും വേണ്ട, ഞാൻ വന്നോളാം. പെട്ടെന്നായിരുന്നു രാജിയുടെ മറുപടി. അപ്പൊ ഇവിടെ ആരാ? ഹരി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അവിടെ നിങ്ങൾ രണ്ടാളുമില്ലേ? മിണ്ടിയും പറഞ്ഞിരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഓഫീസും കോളേജൊക്കെ ടൈം പോയിക്കോളും. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഹരിയേട്ടാ? മാത്രമല്ല ഇവിടുന്ന് വരാനും തോന്നുന്നില്ല. എന്ത് രസാന്നറിയോ? എങ്കിൽ ശരി. ഹരിയുടെ മറുപടി വരും മുന്നേ രാജി കോൾ കട്ട് ചെയ്തു. ഹരിക്ക് ദേഷ്യവും ഒപ്പം വിഷമവും വന്നു. താനില്ലാതെ രാജി അത്രയും സന്തോഷിക്കുന്നു. ഫിലിമിനും ട്രിപ്പിനൊക്കെ പോകുന്നോർത്തിട്ട് അയാളുടെ മനസ്സിൽ കുശുമ്പ് കയറി. ഇനി വരുമ്പോൾ വരട്ടെ എന്ന ദേഷ്യത്തിൽ പറയുമ്പോഴും നാളെ രാജിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഷർട്ട് അയൺ ചെയ്യാനുള്ളത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലിലേക്ക് നോക്കി താനിടുന്ന സ്റ്റാറ്റസൊക്കെയും ഹരിയേട്ടനും മനുവും കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ചെറിയൊരു ചിരിയോടെ അവൾ മൊബൈൽ മാറ്റിവെച്ചു. തൻ്റെ വെട്ടിയെടുത്ത മുടി കയ്യിലെടുത്ത് നോക്കി. കോല് പോലെ എണ്ണയിൽ മുക്കിയെടുത്തൊരു മുടിക്കെട്ട്. മുടി മനോഹരമായി വെട്ടി തൻ്റെ ഷേപ്പ് മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി നന്നായെന്ന് ചിരിച്ചു. ചെറിയൊരു മാറ്റത്തിനും പിന്നെ ഹരിയേട്ടനോടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞടുത്ത പ്രതികാരത്തിനും തയ്യാറെടുക്കുകയായിരുന്നു രാജി. ഡോക്ടർ അലീന രഹസ്യം പോലെ പറഞ്ഞു തന്ന ടിപ്സിൽ അടുത്തത്. ഡസ്റ്റ്ബിൻ കാലുകൊണ്ട് തുറന്ന് മുടി അതിലേക്ക് ഇട്ടടച്ച് മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു, മാറ്റം അതെന്നിൽ നിന്ന് തുടങ്ങട്ടെ. ഇതിവിടെ അവസാനിക്കുന്നില്ല. രാജിക്കിനിയും ജീവിതമുണ്ട്, ജീവിക്കേണ്ടതായുണ്ട്. അകന്നും പരിഗണിക്കുന്നവരിൽ ലയിച്ചും ചേരേണ്ടതായുണ്ട്. അവസാനിപ്പിച്ച് കളയാൻ എന്നെ കൊണ്ടാവുന്നില്ല. കാരണം ചവിട്ടിമതിച്ച ഒരു ജീവിതത്തിന് ഉയർത്തെഴുന്നേൽപ്പ് നൽകാതെ ഒരു കഥയും അവസാനിച്ചിട്ടില്ല.